നമ്മളെ വളരെ ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ചില കണക്കുകളൊക്കെ ഇടയ്ക്ക് പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഞെട്ടൽ കൂടുന്നത്. ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിയെ തന്നെ അത് ചോദ്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. പറഞ്ഞു വരുന്നത് 18 വയസ്സ് കഴിഞ്ഞ കേരളത്തിലെ ചെറുപ്പക്കാരിൽ യുവതി-യുവാക്കളിൽ 70% പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ എന്താ അഡ്രസ്സ് ചെയ്യാത്തത്? അതായത് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന, ഇപ്പോൾ LDFന്റെ തുടർഭരണം വന്നു, അല്ലെങ്കിൽ മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ മാത്രമേ ഉള്ളൂ. അവിടെയാണ് കഴിഞ്ഞ 2 വർഷത്തിനകത്ത് 18 വയസ്സ് പൂർത്തിയായവരിൽ 70% പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല. 10 ലക്ഷത്തിലധികം പേര് ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും 18 വയസ്സ് കഴിഞ്ഞവർ. അതിൽ ഏതാണ്ട് 2,2.25 ലക്ഷത്തിന് അകത്ത് മാത്രം പേരെ വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് വോട്ടർമാരായിട്ട് വന്നിട്ടുള്ളൂ. കൃത്യം കണക്ക് പറഞ്ഞാൽ 2,88,533 പേർ മാത്രം. മൊത്തം 10 ലക്ഷത്തിലധികം പേരുള്ളതിൽ 10,682 18 വയസ്സ് കഴിഞ്ഞവർ കേരളത്തിലുണ്ടായിട്ട് 2.25 ലക്ഷം അല്ലെ 2,80,000 പേരെ വോട്ടർ പട്ടികയിലേക്ക് വന്നുള്ളൂ. 70% ബഹുഭൂരിപക്ഷവും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം അവർ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അവർ വോട്ട് ചെയ്യുന്നില്ല എന്നാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന്, അതേപോലെ രാജ്യനിർമ്മാണ പ്രക്രിയയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? നമ്മൾ ഒരു സോഷ്യൽ സയൻസ് എഞ്ചിനീയറിങ്ങിലുള്ള നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാർക്ക് വോട്ടർ ID ഒരു വലിയ കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എന്നാണ്. പിന്നെ പൗരബോധം, നമ്മൾ വോട്ട് ചെയ്യണം, നമ്മുടെ ഗവൺമെന്റിനെ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു പൗരബോധത്തിൻ്റെ കുറവ് പുതിയ തലമുറയിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പ്രധാന ID രേഖ ആധാർ കാർഡായിട്ട് മാറിയപ്പോൾ വോട്ടർ ID എടുക്കാൻ ചെറുപ്പക്കാർക്ക് താല്പര്യം കുറഞ്ഞു എന്ന് മനസ്സിലാക്കാം. മുമ്പൊക്കെ വോട്ടർ ID ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ, പിന്നെ റേഷൻ കാർഡ്. ഇപ്പം അതെല്ലാം മാറിയിട്ട് ആധാർ മാത്രം മതിയെന്ന് വന്നപ്പോൾ എല്ലാവരും ആധാർ എടുക്കുന്നുണ്ട്, പക്ഷെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയോ വോട്ടർ ID എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ ഒരു വിഷയമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഈ 18 വയസ്സ് കഴിഞ്ഞെന്നുള്ള അതിൻ്റെ ഒരു സ്റ്റാറ്റ്സ്, അതിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ചിട്ട് അതിൻ്റെ കണക്കെടുത്താൽ ഇപ്പം 2019 SSLC എഴുതി പുറത്തു വന്നവർ 4,34,729 അതായത് 2019. അപ്പം അവർക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഭൂരിപക്ഷം പേര് വോട്ടർ പട്ടികയിലെ വോട്ടർമാരാവുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ഗൗരവതരമായ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി 2020 കണക്ക് നോക്കുക. 2020 4,22,092 പേർ SSLC എഴുതി. അവരിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, അവർ വോട്ടർ പട്ടികയിലേക്ക് വരുന്നില്ല, വോട്ടർമാരാവുന്നില്ല. ഇതേ സ്ഥാനത്ത് കേന്ദ്ര സിലബസിൽ, ഇപ്പോൾ CBSE പോലുള്ള കേന്ദ്ര സിലബസിൽ പഠിച്ചിറങ്ങിയവർ തന്നെ 2019 ശേഷം തന്നെ 1.5 ലക്ഷം പേര് വരും, ചെറുപ്പക്കാർ 18 വയസ്സിന് മുകളിലായവർ. ഇതെല്ലാം കൂടെ ചേർക്കുമ്പം 10 ലക്ഷത്തിലധികം ചെറുപ്പക്കാരിൽ വെറും 2,80,000 പേര് മാത്രമാണ് വോട്ടർ പട്ടികയിൽ പൊതുവായിട്ട് ചേർന്നവർ. ഈ വരുന്ന ഈ ഇലക്ഷന് മുമ്പായിട്ട്, ലോക്സഭ ഇലക്ഷൻ ഇനി മാസങ്ങൾ മാത്രം, അതിനു മുമ്പ് വരെ, ഇലക്ഷൻ നടക്കുന്ന തീയതിക്ക് മുമ്പ് വരെ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. ഇതിന് മുൻകൈ എടുക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പണ്ടൊക്കെയാണെങ്കിൽ ഇപ്പം ഓൺലൈനിൽ വോട്ടർ ID എടുക്കാം. അങ്ങനെ വന്നപ്പം ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. നേരത്തെ നേരിട്ട് വോട്ടർ ID എടുക്കുന്ന കാലത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളും വോളണ്ടിയേഴ്സും മുന്നിട്ടിറങ്ങിയിട്ട് ചെറുപ്പക്കാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമായിരുന്നു. ഇപ്പം ഇത് ഓൺലൈനായപ്പം അങ്ങനെ കൃത്യമായൊരു ഫോളോ അപ്പോ ഇത് ആരൊക്കെ ചേർന്നു ഇല്ല എന്നുള്ളൊരു കൃത്യമായ കണക്കെടുപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, രാഷ്ട്രീയ കേഡറുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതും ഒരു കാര്യമാണ്. എല്ലാ പാർട്ടിക്കാരുടെയും കാര്യമാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ള വേർതിരിവിലല്ല.
ആരും അതിനകത്ത് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചെറുപ്പക്കാർക്ക് വിമുഖത, രാഷ്ട്രീയത്തോടുള്ള ഒരുതരം രാഷ്ട്രീയക്കാരല്ല അഴിമതിക്കാരാണ്. പിന്നെ അരാഷ്ട്രീയ ബോധം വളരെ വളരെ ക്രമാനുഗതമായിട്ട് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രക്രിയയിലേക്ക് തള്ളിക്കയറ്റുന്നുണ്ട് അരാഷ്ട്രീയവാദം. നമ്മൾ അറിയാതെ നമ്മൾ അരാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയുണ്ട്. ഒന്നത്. രണ്ട്, രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നോ എന്ന കാര്യവും സംശയമുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ അഴിമതി, മൂല്യത്തകർച്ച, അത് കാരണം രാഷ്ട്രീയത്തോടൊരു രാഷ്ട്രീയ പ്രക്രിയയോടൊരു തരം വിരക്തി ചെറുപ്പക്കാർക്ക് തോന്നി വരുന്നുണ്ടോ, കൂടുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒന്ന്, ആധാർ വന്നതുകൊണ്ട് വോട്ടർ ID വേണമെന്നില്ല ഇല്ലാണ്ടായി, പിന്നെ വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാണ്ടാവുന്നു, പിന്നെ അരാഷ്ട്രീയത, ഈ വിഷയങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തെ എത്തിക്കുന്നത്. ഇത് നാളെ എന്താവുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ തന്നെ കേരളത്തിൽ നിന്ന് ധാരാളം യുവാക്കൾ വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് നമ്മുടെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പഠനത്തിനും, പ്രത്യേകമായിട്ട് പഠനത്തിന് പിന്നെ ജോലിക്കൊക്കെ ആയിട്ടുള്ള ഒഴുക്ക് വളരെ കൂടുതലാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല, മറ്റ് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാണുന്ന ഒരു രീതി. നമ്മുടെ നാട്ടിൽ തന്നെ +2 കഴിഞ്ഞാൽ തന്നെ ഡിഗ്രി പഠനം തന്നെ വിദേശത്തേക്ക്, അയർലൻഡിലും സ്കോട്ട്ലൻഡിലും അല്ലെങ്കിൽ ഡെൻമാർക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിൽ, ഹോളണ്ടിലോ, ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പോകുന്ന ഒരു പ്രവണത, യൂറോപ്പിലേക്ക്, ഓസ്ട്രേലിയയിലേക്കൊക്കെ ഡിഗ്രി മുതലുള്ള ഹയർ സ്റ്റഡീസിന് പോകുന്ന ഒരു രീതി പൊതുവെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ +2 കഴിഞ്ഞാൽ പലരും, ചെറുപ്പക്കാർ, യുവാക്കൾ വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നു. പിന്നെ അവിടെ ഒരു PR കിട്ടിയാൽ, അവിടെ ഒരു ജോലി കിട്ടിയാൽ അവിടെ സെറ്റിൽ ചെയ്യുന്നവർ നാട്ടിലേക്ക് വരുന്നില്ല. ഇതൊരു വലിയ കാര്യമാണ്, ഒരു പ്രശ്നമാണ്. ഇവരെ നാട്ടിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും നല്ല ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നതും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഫോക്കസ് ആവേണ്ടതുണ്ട്. പിന്നെ കേരളം ഇങ്ങനെ പോയി ഒരു വയോജന സംസ്ഥാനമായിട്ട് മാറും. നമ്മുടെ ആയുർദൈർഘ്യം നമുക്കറിയാമല്ലോ. പുരുഷന്മാർക്ക് 80-ഉം സ്ത്രീകൾക്ക് 85 വയസ്സ് വരെയൊക്കെ ആയുർദൈർഘ്യമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി. അപ്പോൾ വൃദ്ധജന സംഖ്യ വല്ലാണ്ട് കൂടുന്നു. ജനന നിരക്ക് വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ജെറിയാട്രിക് കെയർ പോലുള്ള മെഡിക്കൽ കെയർ ഈ വൃദ്ധ ജനസമൂഹത്തിന് കൊടുക്കേണ്ടുന്ന വലിയ ബാധ്യത ആരോഗ്യരംഗത്തുണ്ടാകുന്നു. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ഒരു ജെറിയാട്രിക് കെയർ പോളിസി, അതുപോലെ ഈ യുവാക്കളെ ഇവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് നിലനിർത്തുക, അവർക്കൊരു നല്ല ജീവിതം, ജോലി മാർഗം, ആകർഷമായ ജോലി ഉറപ്പുവരുത്തുക, അതേപോലെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഈ വോട്ടർ ID എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ പങ്കാളികളാക്കുക. ഇങ്ങനെ ഒരു റീഓറിയന്റേഷൻ കേരള സമൂഹത്തിന് ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വളരെ അപകടകരമായ സൂചനകളാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ഓരോ കാര്യത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിലേക്കാണ്. അപ്പൊ ഇതിൽ അടിയന്തര ശ്രദ്ധ ആരാ എടുക്കേണ്ടത്? ഗവൺമെന്റ് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹം തന്നെ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് കേരളം മുന്നോട്ട് പോകണം, പുരോഗതിയിൽ മുന്നോട്ട് പോകണം. ഇതുവരെ നേടിയ പോലെ തന്നെ വലിയൊരു കുതിച്ചുചാട്ടം ഇനി ഉണ്ടാക്കാൻ കഴിയണം. ഇവിടെ മലയാളിക്ക് നല്ല ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഈ രീതിയിലുള്ള ഒരു കർമ്മ പദ്ധതി ഗവൺമെന്റ് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹം തന്നെ അതിലേക്ക് കൂടുതൽ വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.